അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ സന്ദേശം 8. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം റമളാൻ സന്ദേശം 8 എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കേൾപ്പിക്കുന്നത് ഇതുവരെ നാം ചർച്ച ചെയ്ത ആയത്തിന്റെ തൊട്ടുപിറകിലുള്ള സൂറത്തുൽ ബഖറയിലെ 187 ആയത്തായ ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും എന്ന് തുടങ്ങുന്ന വാക്കുകളാകുന്നു. ആയത്ത് പരിപൂർണമായി ഓതിയിട്ടില്ല, ഓതി വെച്ചത് മാത്രമാണ് ഇന്ന് വിശദീകരണം പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ആദ്യമായ ഒരു ആമുഖം കേൾക്കുക, അപ്പോഴേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള അനുഭവം, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഭാര്യമാരെ സമീപിക്കലുമൊക്കെ അവർക്ക് അനുവദനീയമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് അവർ ചെയ്തിരുന്നത് ഇശാ നിസ്കരിക്കുന്നത് വരെ തിന്നുകയും കുടിക്കുകയും അതുപോലെ തന്നെ ഭാര്യമാരെ സമീപിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. ഇശാ നിസ്കാരം കഴിയുകയോ അല്ലെങ്കിൽ ഇശാഇന്റെ മുമ്പ് തന്നെയും നോമ്പ് തുറന്ന് ക്ഷീണത്തിലൊന്ന് കിടന്നു ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ പിന്നീട് ഈ കാര്യങ്ങളൊന്നും അനുവദനീയമായിരുന്നില്ല. ഇന്നത്തെ പോലെ അത്താഴം കഴിക്കുന്ന സ്വഭാവമില്ലായിരുന്നു. അതൊക്കെ അതിന്റെ മുമ്പ് കഴിയണം, അതായത് ഇശാഇന്റെ മുമ്പ്. അപ്പോൾ ഇശാ വരെയോ അല്ലെങ്കിൽ ഉറക്കം വരെയോ, ആ ഉറക്ക ഇശാഇന്റെ മുമ്പാണെങ്കിൽ അത്രയും മുമ്പ് സമയം ടൈറ്റ് ആവും. പിന്നീട് ഒന്നും തിന്നാനും കുടിക്കാനും ഭാര്യയെ സമീപിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെയായിരുന്നു നോമ്പിന്റെ ആദ്യകാലത്ത് സ്വഹാബത്തിന്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സഹാബി വളരെ ക്ഷീണിച്ചവശനായി തിരുനബിയുടെ ഹദ്റത്തിലെത്തി. ഒരു അൻസാരി സഹോദരൻ സ്വിർമ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് സ്വിർമ, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ കണ്ടിട്ട്, എന്തു പറ്റി? അവിടുന്ന് പറഞ്ഞു, നബിയെ, ഇന്നലെ വളരെ വൈകി എത്തി, ക്ഷീണിച്ചവശനായി നോമ്പ് തുറന്ന് ഞാനൊന്ന് ഉറങ്ങിപ്പോയി, പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ക്ഷീണം കൂടാനുള്ള കാരണം. ഇന്നത്തെ നോമ്പ് പട്ടിണിയോടുകൂടെയാണ് നോറ്റത്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നു, നബിയെ, ഞാൻ എന്റെ ഭാര്യയിൽ നിന്നും സാധാരണ ഒരു പുരുഷൻ അവന്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചു, അങ്ങനെയാണ് പറയുന്നത്. കാരണം
അങ്ങനെ സൂചനാപരമായി പറയേണ്ടത് അങ്ങനെ തന്നെ പറയണമല്ലോ. അപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയി, അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഉറങ്ങിപ്പോയാൽ പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ ഫലനൻതുഹ അന്നഹ തഅതല്ലു, നബിയെ ഞാൻ വിചാരിച്ചു അവൾ വെറുതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ വെറുതെ ഒരു സൂത്രം പ്രയോഗിക്കുകയാണ്, ഒരു തട്ടിപ്പ് പറയുകയാണ്, എന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഫവാഖഅതുഹ, അങ്ങനെ ഞാൻ അവളുമായി ബന്ധപ്പെട്ടു പോയി. പിന്നീട് അവൾ തുറന്നു പറഞ്ഞു, ഞാൻ ഉറങ്ങിയിരുന്നു, എനിക്ക് വല്ലാത്ത വിഷമം തങ്ങളെ, അള്ളാഹു എന്നോട് പൊറുക്കണം, ഇങ്ങനെ വന്നുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം സുബഹി വരെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് എത്തുകയാണ്, ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ അങ്ങോട്ട് എത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വ ഖൽബി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിലൂടെയും ഹൃദയത്തിലൂടെയും അള്ളാഹു സത്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഉടനെ അല്ലാഹു തആല ആയത്തിറക്കി നബിതങ്ങൾക്ക്, ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും, നബിയെ നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉഹില്ല ലക്കും ലൈലത്ത സിയാം, നോമ്പിന്റെ രാവിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അർറഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുന്നതിന് വിരോധമില്ല, ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിരോധമില്ല. ഇലാ നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരിലേക്ക് നിങ്ങൾക്ക് ചെന്നുകൂടാവുന്നതാണ് നോമ്പിന്റെ രാത്രിയിൽ, അതിന് വിരോധമില്ല തങ്ങളെ. ഇത് നിങ്ങൾ ഉമ്മത്തിനോട് പറയണം. അള്ളാഹു ആയത്തിറക്കി. അങ്ങനെ തുടർന്ന് പറയുന്നു, ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഭാര്യമാർ നിങ്ങളുടെ ഉടയാടകളും നിങ്ങൾ അവരുടെ ഉടയാടകളുമാണ്. വസ്ത്രവും ധാരിയും തമ്മിൽ തീരെ അകലമില്ല, അത് ചേർന്ന് കിടക്കും. എന്നതുപോലെ രാത്രി സമയത്ത് പലപ്പോഴും ഭാര്യയോടൊപ്പം ചേർന്ന് കിടക്കുമ്പോൾ വസ്ത്രം ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തൊട്ടുരുമ്മി കിടക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യ സഹജമായി ഇത്തരം വിഷയങ്ങളിലേക്ക് വീണുപോയാൽ അത് അപകടമാവില്ലേ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അകലം പാലിക്കാൻ കഴിയാത്തവരാണ്, ക്ഷമ കുറവാണ്, നിങ്ങൾ വളരെ അടുത്ത് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ഈ രാത്രിയും നിങ്ങൾക്ക് ഈ വിലക്ക് ഏർപ്പെടുത്തിയാൽ അത് അപകടമാകും. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസകും, അള്ളാഹു അങ്ങനെ അങ്ങ് പാസാക്കിക്കൂടല്ലോ. രാത്രിയും ഭാര്യയെ തുടരുത്, ഭർത്താവിനെ തുടരുത് എന്ന് പാസാക്കിയാൽ അലിമല്ലാഹു, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിന് ശരിക്കറിയാം. അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കുമെന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കും എന്ന് അള്ളാഹുവിന് ശരിക്കറിയാം. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസകും, നിങ്ങൾ കള്ളത്തരത്തിൽ ഇത്തരം വേലകൾ ഒപ്പിക്കുമെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ട് ഫത്താബ അലൈക്കും, അള്ളാഹു ഇതാ നിങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാത്രി സമയത്ത് ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല. വഅഫഅൻകും, സംഭവിച്ചത് നിങ്ങൾക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു, സംഭവിച്ചു പോയത് അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഫൽ ആന, അതുകൊണ്ട് ഇനി മുതൽ ബാഷിറൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊള്ളുക. വബ്തഗൂ മാ കതബ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയത്, അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയത്, ഈ ഹലാലുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ നിയമമാക്കിയ ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ അള്ളാഹു കണക്കാക്കിയ നിയമം അതാണ്, തിരുത്തപ്പെടാത്ത നിയമം അതാണ്, എന്നേക്കും നിലനിൽക്കുന്ന നിയമം അതാണ്. ആ നിയമം നിങ്ങൾ തേടിക്കൊള്ളുക. വബ്തഗൂ മാ കതബ അല്ലാഹു ലക്കും, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മറ്റു രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹു കണക്കാക്കിയത് നിങ്ങൾ തേടുക. ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെട്ട് അള്ളാഹു കണക്കാക്കിയ മക്കളെ നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ പോലും തേടാവുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വബ്തഗൂ മാ കതബ അല്ലാഹു ലക്കും, അള്ളാഹു കണക്കാക്കിയ രൂപത്തിൽ. ഭാര്യയെ സമീപിക്കുമ്പോൾ തന്നെ പാടില്ലാത്ത സമയത്ത് സമീപിക്കാൻ പാടില്ല, പാടില്ലാത്ത സ്ഥലത്ത് സമീപിക്കാൻ പാടില്ല.
അതൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ്. കതബല്ലാഹുലക്കും, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ തേടിക്കോളൂ, അതിന് ഒരു കുഴപ്പവുമില്ല എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് വകുലു വശ്റബു തൊട്ട് നാളെ നമുക്ക് പറയാം. അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ നോമ്പനുഷ്ഠിക്കുന്ന, നോമ്പിന്റെ നിയമവശങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.